രാഹുൽ ഗാന്ധി എന്നെ തള്ളിയിട്ട് ആക്രമിച്ചു. മുകേഷ് രാജ്പത്തിന്റെയും MP പ്രതാപചന്ദ്ര സാരംഗിയുടെയും നിലവിളിയായിരുന്നു ഇന്ന് പാർലമെന്റ് മന്ദിരത്തിൽ മുഴങ്ങിയത്. ഒരു മെലോഡ്രാമയെ വെല്ലുന്ന തരത്തിലുള്ള സാരംഗിയുടെ പെർഫോമൻസ് അടുത്ത വർഷത്തെ ഓസ്കാർ അടിച്ചെടുക്കുമെന്നതിൽ യാതൊരു സംശയവും വേണ്ട. അംബേദ്കർ പരാമർശത്തിൽ പ്രതിഷേധത്തിനിടെയാണ് നാടകീയ നിമിഷങ്ങൾ അവിടെ അരങ്ങേറിയത്. ഇത് പാർലമെന്റിന്റെ പ്രവേശന കവാടമാണ്. BJP MPമാർ എന്നെ തള്ളുകയും തടയുകയും ചെയ്തു. പാർലമെന്റിനുള്ളിൽ കയറുന്നത് എൻ്റെ അവകാശമാണെന്നും BJP MPമാർ ഞാൻ അകത്ത് കിടക്കുന്നത് തടയാൻ ശ്രമിക്കുകയാണ് എന്നും രാഹുൽ പറഞ്ഞു. ഇത് നിങ്ങളുടെ ക്യാമറയിൽ പതിഞ്ഞേക്കാം. ഞാൻ പാർലമെന്റ് കവാടത്തിലൂടെ അകത്തേക്ക് കിടക്കാൻ ശ്രമിക്കുകയായിരുന്നു. BJP MPമാർ എന്നെ തടയാനും തള്ളാനും ഭീഷണിപ്പെടുത്താനും ശ്രമിച്ചു. ഈ ബലപ്രയോഗത്തിനിടയിലാണ് ഇതൊക്കെ സംഭവിച്ചത്. ഇതിനിടെ BJP MPമാർ തന്നെ കയ്യേറ്റം ചെയ്തെന്ന് ആരോപിച്ച് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും രംഗത്തെത്തിക്കഴിഞ്ഞു. BJP MPമാർ തന്നെ തള്ളി താൻ നിലത്ത് വീണു. ശസ്ത്രക്രിയയ്ക്ക് വിധേയമായ തന്റെ കാൽമുട്ടുകൾക്ക് പരിക്ക് വരുത്തി ഖാർഗെ ലോക്സഭാ സ്പീക്കർ ഓം ബിർളയ്ക്ക് അയച്ച കത്തിൽ പറഞ്ഞു. തങ്ങൾക്ക് നേരെ വരുന്ന പ്രതിഷേധങ്ങളെ പ്രതിരോധിക്കാൻ BJP ഏതറ്റം വരെയും പോകുമെന്നതിന്റെ തെളിവാണ് ഈ സംഭവം. രാഹുൽ ഗാന്ധിയുടെ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ഡോക്ടർമാർ ചികിത്സിക്കുന്ന BJP MPമാരുടെ അടുത്തേക്ക് അദ്ദേഹം എത്തി. രാഹുൽ ഗാന്ധി സാരംഗിയുടെ അടുത്തേക്ക് നീങ്ങിയപ്പോൾ BJP MPമാർ ആക്രോശിച്ച് രംഗത്തെത്തുകയായിരുന്നു. എന്നാൽ സംയമനത്തോടെ രാഹുൽ അതിനെ കണ്ടു. അംബേദ്കർ എന്നതിന് പകരം ദൈവത്തെ വിളിച്ചാൽ കോൺഗ്രസുകാർക്ക് സ്വർഗത്തിൽ പോകാമെന്നായിരുന്നു അമിത്ഷായുടെ കഴിഞ്ഞ ദിവസത്തെ പരാമർശം. ഇതിനെതിരെ ഇന്ത്യ ഒട്ടൊക്കെ വ്യാപക പ്രതിഷേധം ഇപ്പോൾ അലയടിക്കുകയാണ്. ഇതിനിടെ വിവാദത്തിൽ നിന്നും തലയൂരാൻ വിശദീകരണവുമായി അമിത്ഷാ പ്രത്യേക സമ്മേളനം വിളിച്ചു ചേർത്തു. അതിലും കോൺഗ്രസിനെ നിശിതമായി വിമർശിക്കുകയായിരുന്നു. തന്റെ വാക്കുകൾ കോൺഗ്രസുകാർ വളച്ചൊടിച്ചുവെന്നും അംബേദ്കറിനെതിരെ ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല എന്നും ഷാ പറഞ്ഞു. മോദിക്ക് ഡോക്ടർ ബാബാ സാഹിബ് അംബേദ്കറെ വിശ്വാസമുണ്ടെങ്കിൽ അമിത്ഷായെ അർദ്ധരാത്രിയോടെ പുറത്താക്കണമെന്നതാണ് തങ്ങളുടെ ആവശ്യം. മന്ത്രിസഭയിൽ തുടരാൻ അദ്ദേഹത്തിന് യാതൊരു അവകാശവുമില്ല. അദ്ദേഹത്തെ പുറത്താക്കണം. അപ്പോൾ മാത്രമേ ജനങ്ങൾ നിശബ്ദത പാലിക്കൂ. അല്ലാത്ത പക്ഷം BR അംബേദ്കറിന് വേണ്ടി ജീവൻ ബലിയർപ്പിക്കാൻ ജനങ്ങൾ തയ്യാറാണെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും പറഞ്ഞു. ഡോക്ടർ BR അംബേദ്കറെ ആദരിക്കാനുള്ള BJPയുടെ ശ്രമങ്ങളെ എടുത്തു പറഞ്ഞു. കോൺഗ്രസ് സർക്കാരുകൾ ഒരിക്കലും അംബേദ്കർ സ്മാരകം നിർമ്മിച്ചിട്ടില്ല. അദ്ദേഹവുമായി ബന്ധപ്പെട്ട നിരവധി സൈറ്റുകൾ വികസിപ്പിച്ചത് BJP സർക്കാരുകളാണ്. അദ്ദേഹത്തിന്റെ പാരമ്പര്യത്തെ ആദരിക്കാൻ ഭരണഘടനാ ദിനം പ്രഖ്യാപിച്ചത് മോദി സർക്കാരാണ്. കോൺഗ്രസുകാരുടെ ഭരണകാലത്ത് കൊണ്ടുവന്നതിനെ മുഴുവൻ കണ്ണുമടച്ച് തിരസ്കരിക്കുന്ന BJP അവരുടെ അജണ്ട നടപ്പിലാക്കുകയാണ് ഭാരതത്തിൽ. അമിത്ഷായുടെ ഈ ദേശവിരുദ്ധ പരാമർശം ഇന്ത്യ ഒട്ടുക്ക് അലയടിക്കുകയാണ്. നടൻ വിജയ്, ഉലകനായകൻ കമൽഹാസൻ തുടങ്ങി ഇന്ത്യയിലെ പ്രമുഖ വ്യക്തിത്വങ്ങൾ ഒന്നടങ്കം ഇതിനെതിരെ രംഗത്ത് വന്നു കഴിഞ്ഞു. അമിത്ഷായ്ക്കും BJP സർക്കാരിനും എതിരെയുള്ള പ്രതിഷേധങ്ങൾ കടുപ്പിക്കാൻ തന്നെയാണ് കോൺഗ്രസിന്റെ നിലപാട്. BJPയുടെ ഒരു തരത്തിലുള്ള നാടകങ്ങളും പ്രതിരോധങ്ങളും ഇവിടെ വിലപ്പോകില്ല. കാരണം നിങ്ങൾ അപഹസിക്കുന്നത് രാഷ്ട്രശില്പികളെയാണ്. അതിന് തങ്ങൾ അനുവദിക്കില്ല, കോൺഗ്രസ് എടുത്തു പറഞ്ഞു. കൂടുതൽ വാർത്തകൾ ലഭ്യമാകാൻ ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടണിലെ ബെല്ലൈക്കൺ എനബിൾ ചെയ്യാനും മറക്കരുത്.